നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി കെപിസിസിയുടെ നേതൃത്വത്തിൽ ലക്ഷ്യ ലീഡർഷിപ്പ് സബ്മിറ്റ് ദ്വിദിന ക്യാമ്പ് ഇന്ന് വയനാട് സുൽത്താൻ ബത്തേരിയുള്ള സപ്ത കൺവെൻഷൻ സെന്ററിൽ ആരംഭിക്കും. കെപിസിസി പ്രസിഡന്റ് സണ്ണി ജോസഫ് MLA അധ്യക്ഷതയിൽ നടക്കുന്ന സമ്മേളനം ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്യും. PV ജോഷില വയനാട്ടിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ജോഷില, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് വിനിഷ. ജോഷിലേക്ക് നല്ല തണുത്ത പ്രഭാതമാണെങ്കിലും നല്ല മഞ്ഞു മൂടിയ കാലാവസ്ഥയാണെങ്കിലും കോൺഗ്രസിനെ സംബന്ധിച്ച് KPCCയെ സംബന്ധിച്ച് നല്ല ചൂടേറിയ ചർച്ചകളിലേക്ക് പോകുന്ന ഒരു ദിനം കൂടെയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ചർച്ചകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ തീയതി പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ ഫെബ്രുവരിയോട് കൂടി പകുതിയിലധികം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത്. ഏതായാലും ഏത് രീതിയിലായിരിക്കും ക്യാമ്പ്? നേരത്തെ നിർഭനോട് സംസാരിക്കുകയായിരുന്നു. 10-ലധികം MP-മാരാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കാനായി കെട്ടി ഇറങ്ങിയിരിക്കുന്നത്, സന്നദ്ധത പ്രകടിപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം VD സതീശൻ പറഞ്ഞു, നമ്മുടെ പ്രതിപക്ഷ നേതാവ്, യുവാക്കൾക്കും പുതുമുഖങ്ങൾക്കുമായിരിക്കും ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കൂടുതൽ പ്രാമുഖ്യവും കൊടുക്കുക. അപ്പോൾ ഏത് രീതിയിലായിരിക്കും ഇതിൻ്റെയൊക്കെ ഒരു സെറ്റിൽമെൻറ്റ്? ജോഷില, അടുത്തുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് കുറച്ച് കോൺസ്റ്റിറ്റ്യുവൻസികൾ കൂടി വാങ്ങേണ്ടി വരുമോ ഈ ആളുകൾക്കെല്ലാം കൂടെ മത്സരിക്കാൻ? വിനിഷ, വലിയ ഭിന്നാഭിപ്രായം കോൺഗ്രസിൽ തന്നെ രൂപപ്പെടുന്ന ഒരു കാലത്താണ് ഇപ്പോൾ ലക്ഷ്യ സബ്മിറ്റ് 2 ദിവസം നടക്കുന്ന ക്യാമ്പ് ഇവിടെ വയനാട് സംഘടിപ്പിക്കുന്നത്. ഇതിൻ്റെയൊക്കെ ഒരു കാരണക്കാരനായി അല്ലെങ്കിൽ ഒരു സൂത്രധാരകനായി വന്നിരിക്കുന്നത് VD സതീശനാണ്. അതുകൊണ്ട് തന്നെ അത് വലിയ തർക്കങ്ങളിലേക്കാണ് പോകുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം VD സതീശൻ കോൺഗ്രസിനെ ഒന്നാകെ പിടിമുറുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. എന്നാൽ അതിൽ അസംതൃപ്തരായ ഒരുപാട് കോൺഗ്രസ് നേതാക്കൾ നേരത്തെ VD സതീശൻ പ്രഖ്യാപിച്ച ഒരു കാര്യമുണ്ട്, യുവാക്കൾക്ക് അവസരം കൊടുക്കണം എന്നുള്ളത്. എന്നാൽ ശശി തരൂർ അടക്കമുള്ള, മുല്ലപ്പള്ളി അടക്കമുള്ള, അതുപോലെ തന്നെ മറ്റ് K സുധാകരൻ അടക്കമുള്ള ആളുകൾ അടുത്ത തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇപ്പോൾ മിണ്ടാതെ ഇരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. അവരൊക്കെ തന്നെ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഭരണം കിട്ടുമെന്നുള്ള മോഹവുമായി നേരത്തെ തന്നെ മറ്റു കുപ്പായങ്ങളൊക്കെ അഴിച്ചു വെച്ചുകൊണ്ട് പുതിയ കുപ്പായം ഇടാൻ തയ്യാറായി നിൽക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെയാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ നേരത്തെ ദേശീയ രാഷ്ട്രീയം വിട്ട് നേരത്തെ തന്നെ കേരളത്തിൽ പ്രത്യേകിച്ച് വടകരയിൽ കൂടുകൂട്ടിയത് എന്നുള്ള കാര്യവും ശ്രദ്ധേയമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു നിര, VM സുധീരൻ അടക്കമുള്ള വലിയൊരു പ്രായമുള്ള ആളുകളുടെ നിര ഇങ്ങനെ നിൽക്കുമ്പോഴാണ് VD സതീശൻ ഇത്തരത്തിൽ ഒരു കാര്യവുമായി, യുവാക്കൾക്ക് അവസരം കൊടുക്കണം എന്നുള്ള കാര്യവുമായി രംഗത്തേക്ക് വരുന്നത്. മാത്രമല്ല, നേരത്തെ നിർഭൻ സൂചിപ്പിച്ചതുപോലെ 10 MP-മാരാണ് ഈ ഒരു നിയമസഭയിൽ ആളാവണം, അല്ലെങ്കിൽ നിയമസഭ MLA ആയി മാറണം. അതേസമയം തന്നെ ഭരണം കിട്ടുന്നത് കൊണ്ട് മുഖ്യമന്ത്രി സ്ഥാനവും അതുപോലെ തന്നെ മറ്റ് മന്ത്രിസ്ഥാനവും ഒക്കെ തന്നെ അവരുടെ മുന്നിൽ നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. ദേശീയ രാഷ്ട്രീയത്തിൽ ഇനിയൊരു വലിയ കാര്യമില്ല എന്നുള്ളത് KC വേണുഗോപാൽ അടക്കമുള്ള ആളുകൾ നേരത്തെ തന്നെ മനസ്സിലാക്കിയതാണ്. അതുകൊണ്ട് തന്നെ KC വേണുഗോപാൽ കഴിഞ്ഞ കുറേ മാസങ്ങളായി കേരളം ലക്ഷ്യമിട്ട് പ്രത്യേകിച്ച് വയനാട് കേന്ദ്രീകരിച്ചുള്ള ഒരു പ്രവർത്തനം നടത്തി വരികയാണ്. എന്തായാലും ഈ ഒരു വലിയ പ്രശ്നത്തെ അഭിമുഖീകരിക്കുമ്പോൾ പോലും കോൺഗ്രസ് കേരളത്തിൽ നേരിടുന്ന വലിയ ഭിന്നാഭിപ്രായങ്ങളുണ്ട്. ഒന്ന്, രാഹുൽ മാങ്കൂട്ടം പാലക്കാട് സ്ഥാനാർത്ഥിയാകുമോ എന്നുള്ള വിഷയം. രാഹുൽ മാങ്കൂട്ടത്തെ പറഞ്ഞു വിട്ടതാണ് എന്നുള്ള രീതിയിലാണ് K മുരളീധരൻ ഇന്നലെ അടക്കം പ്രതികരിച്ചിരിക്കുന്നത്. എന്നാൽ രാഹുൽ മാങ്കൂട്ടവും ഷാഫി പറമ്പിലും അടക്കുന്ന മറ്റൊരു ഗ്രൂപ്പ് ഇവിടെ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആ ഗ്രൂപ്പ്, അതാണ് PJ കുര്യൻ വിഷയത്തിലടക്കം നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. മറ്റൊരു ഗ്രൂപ്പായി രൂപപ്പെടാനുള്ള എല്ലാ സാധ്യതകളും അവർ അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി കഴിഞ്ഞു. അത് ചെറിയ ബുദ്ധിയല്ല. കാരണം ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടവും എങ്ങനെയാണ് പൊതു രാഷ്ട്രീയ രംഗത്ത് സജീവമായത് എന്നുള്ളത് കേരളത്തിന് വ്യക്തമായ ഒരു കാര്യമാണ്. അതേ രീതിയിൽ അവർ കോൺഗ്രസിൽ പിടിമുറുക്കാനുള്ള മറ്റൊരു ശ്രമം ആരംഭിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം നാം ഓർക്കണം. അതേസമയം തന്നെയാണ് വയനാട്ടിലാണ് ഈ ഒരു സബ്മിറ്റ് നടക്കുന്നത് എന്നുള്ളതാണ്. ഈ ഒരു സബ്മിറ്റ് നടക്കുമ്പോൾ വയനാടിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് തലകുനിച്ച് നടക്കേണ്ട ഒരു കാര്യമുണ്ട്. അത് ദുരന്ത ബാധിതരുടെ പേരിലാണ്. ആ ദുരന്ത ബാധിതരുടെ പേരിൽ പിരിച്ച ഫണ്ട്, യൂത്ത് കോൺഗ്രസിന്റെ ഫണ്ട് എവിടെയെന്നറിയില്ല. KPCC പിരിച്ച ഫണ്ട് 100 വീടുകൾ ഇതുവരെ കൊടുത്തിട്ടില്ല എന്നുള്ളത് മാത്രമല്ല, തറക്കല്ലിടും എന്ന് പറഞ്ഞുകൊണ്ട് T സിദ്ദിഖ് MLA അടക്കമുള്ള ആളുകൾ നാണം കെട്ട് നടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് വയനാട് കേന്ദ്രീകരിച്ച് ഇങ്ങനെയൊരു
ലക്ഷ്യ സമ്മിറ്റ് നടക്കുന്നത് എന്നുള്ളതാണ്. ഇതിന് മറുപടി പറയേണ്ട ഒരു സാഹചര്യം ഇന്ന് കോൺഗ്രസ് നേതാക്കളുടെ മുന്നിലുണ്ട്. അത് കേരളത്തിലെ ആകെ ജനങ്ങൾ നോക്കിക്കാണുന്ന ഒരു കാര്യമാണ്. 1.5 വർഷമായി KPCC പിരിച്ച ഫണ്ട് എവിടെ, യൂത്ത് കോൺഗ്രസ് പിരിച്ച ഫണ്ട് എവിടെ എന്നുള്ള കാര്യത്തിന് യാതൊരു ഉത്തരവും നൽകാനാവാത്ത അവസ്ഥയിലേക്കാണ് കോൺഗ്രസ് നേതൃത്വം മാറുന്നത് എന്നുള്ളതാണ്. അതേസമയം തന്നെ ഈ ചെറുപ്പക്കാരുടെ ഒരു വിഭാഗം നിയമസഭയിലേക്ക് മത്സരിക്കാൻ തയ്യാറെടുക്കുന്നു, മറ്റൊരു വിഭാഗം പ്രായമായവരുടെ വിഭാഗം മത്സരിക്കാൻ തയ്യാറെടുക്കുന്നു. MP-മാർ ഒന്നടങ്കം കേരളത്തിലേക്ക് ലക്ഷ്യമിട്ടുകൊണ്ട് നടന്നു നീങ്ങുന്നു. ഇതൊക്കെ തന്നെ ഇന്ന് ഈ ഒരു ക്യാമ്പിൽ ചർച്ചയാകുമ്പോൾ കോൺഗ്രസിന്റെ പ്രശ്നങ്ങൾ പോലും പറഞ്ഞു തീർക്കാനാവാത്ത അവസ്ഥയിലേക്കാണ് ഈ ഒരു സമ്മിറ്റ്, ലക്ഷ്യ സമ്മിറ്റ് വരുന്നത് എന്നുള്ള കാര്യം നമ്മൾ ആലോചിക്കണം. എന്തായാലും ഇത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തമ്മിലടിയിൽ കലാശിക്കുമോ അതോ പുതിയ ഒരു നേതൃമാറ്റത്തിന് സാധ്യതയുണ്ടോ എന്നുള്ള കാര്യം ഈ 2 ദിവസം കഴിഞ്ഞാൽ മാത്രമേ പ്രചരിപ്പിക്കാനാവൂ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കൂ എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ വാഗ്ദാനം പാലിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിഷയം തന്നെയാണ് പ്രധാനമായ ചർച്ചയായി വരിക. എന്തായാലും ഈ 10-ാം തീയതിക്കുള്ളിൽ തറക്കല്ലിടൽ നടക്കും എന്നുള്ള കാര്യം, ടൗൺഷിപ്പിനായുള്ള തറക്കല്ലിടൽ നടക്കും എന്നുള്ള കാര്യം ടി സിദ്ദിഖ് വീണ്ടും പ്രഖ്യാപിച്ച ഒരു കാര്യം കൂടിയാണ്. അതടക്കം ചർച്ചയാവും, അത് വലിയ ചോദ്യമായി വരും. അതുപോലെ തന്നെ ഭരണമില്ലാത്തപ്പോൾ പോലും എത്രമാത്രം അഴിമതി കോൺഗ്രസ് നടത്തുന്നു എന്നുള്ളത് ഒരു വലിയ വിഷയമായി. ഭരണമില്ലാത്തപ്പോൾ നടത്തുന്ന ഈ അഴിമതി മുന്നിൽ കണ്ടുകൊണ്ടാണോ, മുന്നോട്ട് വെച്ചുകൊണ്ടാണോ ഇവർ അടുത്ത തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്നുള്ളത് വലിയ വിഷയമാണ്. എന്നാൽ ഇതൊക്കെ തന്നെ മറച്ചുവെക്കാനായി നിയമസഭാ ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ട് വികസന പ്രശ്നങ്ങളും കേന്ദ്ര സംസ്ഥാന സർക്കാരുടെ അപജയം എന്നുള്ള രീതിയിൽ അത് ചർച്ച ചെയ്യാനാണ് സമ്മർ ക്യാമ്പ് ഈ ഒരു ലക്ഷ്യ സമ്മിറ്റ് നടത്തുന്നത് എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പുറത്തു പറയുന്നതെങ്കിലും ഉള്ളിലുള്ള തമ്മിലടി തീർക്കുക എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നമായി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് വിനിഷ.